ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 3Dയിൽ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇത് നമ്മളൊരു സ്ലോപ്പ്ഡ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്യൂഷൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. 1300 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ഏരിയ വരുന്നത്. ഇതിൽ നമുക്ക് സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചണ് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 950 സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. ഫസ്റ്റ് ഫ്ലോർ 380 സ്ക്വയർ ഫീറ്റ് ആണ്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പുതിയ ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്ലാന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 950 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. സിറ്റ് ഔട്ട് വരുന്നത് 10 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ്ങിലേക്കാണ് ഡയറക്റ്റ് കയറി വരുന്നത്. 10 അടി വീതിയും 11 അടി നീളവുമുള്ള ഒരു ലിവിങ് റൂമാണ്. ഇതിൽ നമ്മൾ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയിൽ ആയിട്ട് ചെറിയ ഇൻറ്റീരിയർ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു ഡൈനിങ് ആണ്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിനടിയിലായിട്ട് ഒരു വാഷ് ബേസിൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിന് ഇടതുവശത്തായിട്ട് 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ 5 അടി വീതിയും 7 അടി നീളവുമുള്ള ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടി തന്നെ ബെഡ്റൂമിൽ നമ്മൾ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് കാർ പോർച്ചിന്റെ വശത്തേക്കായിട്ടും അതുപോലെ മറ്റൊരു ചെറിയൊരു വിൻഡോ വീടിന്റെ ബാക്ക് ഭാഗത്തേക്കായിട്ടും ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് വരുന്നത് ഡൈനിങ്ങിൽ നിന്നും വീടിന്റെ വലതുവശത്തേക്കായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൽ നമ്മൾ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് നമ്മൾ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 7 അടി നീളവും 5 അടി വീതിയുമുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഒരു കിച്ചണാണ്. ഇത്രയുമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. ഫസ്റ്റ് ഫ്ലോർ സ്റ്റെയർ കയറി ഈ ഒരു ലോബിയിലാണ് ലാൻഡ് ചെയ്യുന്നത്. കയറി വരുമ്പോൾ വലതുവശത്തേക്കായിട്ടാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. 10 അടി വീതിയും 12 അടി നീളവുമുള്ള താഴെയുള്ള അതേ ബെഡ്റൂം തന്നെ മുകളിൽ കൊടുത്തതാണ്. ഇതിന് നമ്മളൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 അടി വീതിയും 7 അടി നീളവുമുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ലോബിയിൽ നിന്ന് ഇടതുവശത്തേക്ക് കയറി വരുമ്പോൾ നേരെ നമ്മളൊരു ഓപ്പൺ പാഷ്യോയിലേക്കാണ് വരുന്നത്. 3Dയിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്പൺ പാഷ്യോ സെറ്റ് ചെയ്തിട്ടാണുള്ളത്. ബാക്കി 2 വശങ്ങളിലും ബാക്ക് സൈഡിലേക്ക് ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടും ഓപ്പൺ ടെറസുകളാണ് വരുന്നത്. ലോബിയിൽ നമ്മളൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബേ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർക്കൊരു സ്റ്റഡി ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. 380 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ വരുന്നത്. അപ്പോൾ ഈ പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഞായറാഴ്ച പുതിയൊരു പ്ലാനുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.